അപ്പൊ തൊട്ട് നോക്കിട്ടാണോ മാർക്കറ്റ്? 13 മാസമാണ്. പാനീയത്തിന്റെ പവറിലാണ് ഇത് വിജയിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അത് സംശയമില്ല. പായസം കുടിയനാണ് ഞാൻ. പക്ഷെ കഷ്ടകാലം കൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും പായസം ഉണ്ടാക്കലും കഴിഞ്ഞു, കുടിക്കലും കഴിഞ്ഞു. കണ്ടില്ലേ, മാവേലിയുടെ വയറ് കണ്ടറിയാം. പിന്നെ ഞാൻ ചോദിച്ചപ്പോ പായസം ഇല്ല, ഇവിടെ വന്നപ്പോ തീർന്നു. അപ്പൊ ഈ വയറ് കണ്ടപ്പോഴേ മനസ്സിലായി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം ഗോൾഡ് കോയിനാണ്. പഴക്കൊലയല്ല, ഗോൾഡ് കോയിനാണ്. പ്രത്യേകം മാവേലി എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഓണാഘോഷം കേരളത്തില് കോച്ചെ പബ്ബിൽ തന്നെ ആഘോഷിക്കണം. മാവേലി ഇവിടെ വരാനാണ് ആഗ്രഹിക്കുന്നതെന്നും കോച്ചെ പാനീയം സാപ്പിടാൻ വലിയ മോഹമാണെന്നൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ആയതാണ്. ഓണക്കോടിയാണ് സമ്മാനം. ഓണക്കോടി. ഓണക്കോടി നമ്മൾ സമ്മാനമായിട്ട് നൽകാം. സെക്കൻഡ് പ്രൈസ് മലയാളി മങ്കയ്ക്ക് കൊടുക്കുകയാണ്. ഇത് വെറും ടീ ആയിട്ട് കാണുന്നത്, അതൊരു ബോംബാണ്. ഇതിന്റെ ഉള്ളിൽ കൂപ്പൺ ഉണ്ട്. 10 ലക്ഷം ആണോ കാറാണോ എത്രയാണോ അടിക്കാൻ പോണെന്ന് അറിയില്ല. ഇതുള്ളിൽ എടുത്തിട്ട് രാത്രി 10 മണിക്ക് നറുക്കെടുപ്പാണ് മറക്കാതെ. മലയാളി മങ്ക അല്ലേ? മലയാളി മങ്കയാണ് ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്റെ സമ്മാനമായി ലഭിക്കുന്നത്. ആണ്. നല്ലൊരു ഗംഭീരമായിട്ടുള്ള കൈയ്യടി കൊടുക്കാം കേട്ടോ. വരാൻ കേട്ടോടാ. ആനന്ദ കണ്ണുനീരാണ് വരുന്നത്. എനിക്ക് വയ്യ. എന്തിനാ പഠിക്കുന്നത്? 8ല്. അതല്ല, എന്തിനാ പഠിക്കുന്നത്? കൺഗ്രാജുലേഷൻ. മകന് എന്താ കൊടുക്കണേ? മകന് ആദ്യം ഫസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോച്ചിൻ ഹൗസിന്റെ ഏക്കറില് മേപ്പാടി വയനാട്ടില് ചേഞ്ച് സ്റ്റേ ആണ്. അതുപോലെ തന്നെ കോച്ചിൻ പാനീയം.